ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലെ മുഖമില്ലാത്ത അല്ലെങ്കിൽ മുഖമുള്ള വിവരം കെട്ട വൃത്തികെട്ടമാരെ മനസ്സിലാക്കാം, അവരുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കാം. ഈ പോലീസിന്റെ പ്രശ്നം എന്താണ്? റെജി ലൂക്കോസ് ഇവർ ഈ പറയുന്ന സൈബർ ബുള്ളിങ്ങിൽ സോഷ്യൽ മീഡിയ ആക്രമണത്തിൽ കൊണ്ട് പരാതി കൊടുക്കുന്നു. പരാതി കൊടുക്കുമ്പോഴേക്കും മനാഫിന് ഒന്നാം പ്രതിയെ കേസെടുക്കുക. എന്താ കേസ്? എന്താ? സൈബർ ബുള്ളിങ് അല്ല കേസ്. എന്തോ മതസ്പർദ്ധ, എന്തോ കലാപാഹ്വാനം. എങ്ങോട്ടാണെന്ന് ഈ കൊണ്ടുപോകുന്നത് റെജി ലൂക്കോസ്? ഹാഷ്മി, എനിക്ക് ആദ്യം പറയാനുള്ള അതിനുള്ള മറുപടിക്ക് മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ എൻ്റെ പ്രിയ സുഹൃത്ത് രാഹുൽ ഈശ്വർ പറഞ്ഞതിനോട് ചേർത്തൊരു കാര്യം പറയാം. ഇന്ന് കേരളത്തിലും, അതായത് കേരളത്തിൻ്റെ മാനവികതയുടെയും മാതൃകയുടെയും മനുഷ്യ സ്നേഹത്തിൻ്റെയും ഉദാത്തമായ രണ്ട് മാതൃകകളാണ്. കർണാടക സ്വദേശിയാണെങ്കിൽ പോലും ഈശ്വർ മാൽപ്പയും കേരളത്തിൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ മനാഫും. ഇന്ന് ഈ മനാഫ് എൻ്റെ ഒരു സുഹൃത്താണ്. മനാഫ് സുഹൃത്താകാൻ കാരണോടെ പറയാം, അത് കേൾക്കണ ആൾക്കാർ. ഇദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി, അർജുൻ്റെ പ്രിയങ്കരനായ അർജുൻ്റെ ഡെഡ് ബോഡി കിട്ടിയപ്പോൾ ഞങ്ങളത് കണ്ടുകൊണ്ടിരുന്നു. എൻ്റെ ഭാര്യ ഒരു വാക്ക് പറഞ്ഞു, ഈ മനുഷ്യനല്ലേ വേറെ ആരാണെങ്കിലും 2 ദിവസം കഴിയുമ്പോൾ ഇട്ടേച്ച് പോകുമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴേ 24 വിളിച്ചിട്ട് നമ്പർ കളക്ട് ചെയ്ത് ഈ മനാഫുമായിട്ട് 20 മിനിറ്റ് സംസാരിച്ചു. ആ മനുഷ്യൻ, തനിക്ക് അതുണ്ട്, അത്ര ലോറിയുണ്ട്, തനിക്ക് തടിമില്ലുണ്ട്, തനിക്ക് മലേഷ്യ റെസ്റ്റോറൻ്റ് ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം ഈ അർജുനെ കിട്ടുന്നതിനെക്കുറിച്ചും, സാറേ എനിക്കതിൻ്റെ സന്തോഷം, ഇത്തരം കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം എന്നോട് പങ്കുവച്ചിട്ടുള്ളൂ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം അദ്ദേഹത്തിനെ ഈ പറയുന്ന സൈബർ ഒരു ചെറിയ ശതമാനം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അതിനകത്ത് കള്ളക്കടത്തായിരുന്നു, സ്വർണമായിരുന്നു, കഞ്ചാവ് എന്തൊക്കെയാണെന്നും പറഞ്ഞുകൊണ്ടും ഈ ലോറിയായിട്ട് അയാൾ കടന്നുപോയെന്നും അർജുനെ ഒളിപ്പിച്ചിരിക്കുകയാണെന്നോ ഇത് നാടകമാണെന്നും പറഞ്ഞ് ആക്ഷേപിച്ചവരുടെ മുന്നിൽ ആ മനുഷ്യൻ അവരെക്കുറിച്ച് ഒരു അക്ഷരം പോലും ഉണ്ടാകാതെ അദ്ദേഹത്തിന്റെ ഞാൻ പോലും കോരിത്തെരിച്ചു. എനിക്ക് നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്വഭാവം ഉണ്ടാവില്ലേ? ഈ മനാഫ് കുറച്ച് വൈകാരികം പ്രതികരിക്കുന്ന ആളാണ്. അതിന് ഉദാഹരണം, ഒരു ദിവസം എൻ്റെ ഫോണിലേക്ക് മനാഫിൻ്റെ ഒരു മെസ്സേജ്, ഒരു മെസ്സേജ് വരുന്നുണ്ട്, എനിക്കെല്ലാം നഷ്ടപ്പെട്ടവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വയനാട് ദുരന്ത സമയത്താണ് കേട്ടോ. അല്ലാതെ വിളിക്കുമ്പോഴൊക്കെയും സംസാരിക്കുമ്പോഴൊക്കെ കരച്ചിലാണ്, അല്ലെങ്കിൽ തേങ്ങലാണ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്ന് പറഞ്ഞാൽ ഒരു മുഷിഞ്ഞ ഷർട്ടും ഒരു കൂറ പാൻറ്റും ഇട്ടുകൊണ്ട് ആ ഷിരൂരിൽ ആ മഴയത്തോ ഒക്കെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു കുട പിടിക്കാൻ പറ്റും, ഒരു കുട പിടിക്കാനും ഒരു വൃത്തിയുള്ള വസ്ത്രം ഇടാനൊക്കെ മനാഫിന് ആ സമയത്ത് പറ്റും. അതൊന്നും ചിന്തയിലില്ലാതെ ഏതോ ലോകത്തുന്ന മട്ടിൽ ഇങ്ങനെ നടക്കുന്ന മനാഫിന് എത്ര ദിവസം കണ്ടു? ഓരോ മനുഷ്യന്മാരും ഓരോ നേച്ചറല്ലേ, ഓരോ മനുഷ്യന്മാരും വികാരം പ്രകടിപ്പിക്കുന്ന ഓരോരോ രീതിയിലല്ലേ. എൻ്റെ ചോദ്യം, അത് കലാപാഹ്വാനമാക്കാമോ? അത് മതസ്പർദ്ധയാക്കാമോ? അതിനെ ആ ലെവലിൽ കൊണ്ടുപോകാമോ റെജി ലൂക്കോസ്? തീർച്ചയായിട്ടും ആ ചോദ്യം നന്നായി. അതൊരു തെറ്റിദ്ധാരണപരമായിട്ടുള്ളതാണ്. കാരണം വെച്ചാൽ മനാഫിൻ്റെ പ്രിയങ്കരനായ അർജുൻ്റെ കുടുംബം പരാതി കൊടുത്തിരിക്കുന്നു. പരാതി കൊടുത്തതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരു സ്വാഭാവികമായിട്ട് പരാതി കിട്ടുമ്പോൾ പോലീസ് കേസെടുക്കും. പക്ഷേ പോലീസിൻ്റെ നമ്മുടെ മെഡിക്കൽ കോളേജ് ACP എന്നാ പറഞ്ഞേ? അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് എല്ലാം നോക്കിയിട്ട് എന്തെങ്കിലും മോശമായിട്ടുണ്ടെന്ന് തോന്നിയാൽ അദ്ദേഹത്തിൻ്റെ പേര് കേസെടുക്കില്ല, അദ്ദേഹത്തിന് വെറുതെ വിടുന്ന പറഞ്ഞത്. അതൊരു നിയമസംഹിതയുടെ ഭാഗം മാത്രമേ ഉള്ളൂ. അതിന്റെ പേരിലൊന്നും അദ്ദേഹത്തിന് ആരും വേട്ടയിടാനായിട്ട് കേരളീയ സമൂഹം അംഗീകരിക്കത്തില്ല. ആ കുടുംബത്തിന്റെ പരാതി എന്താണ്? ആ കുടുംബത്തിന്റെ പരാതി നേർക്കുന്നവർ മനാഫിനെതിരെയുള്ള പരാതിയല്ല. ആ കുടുംബത്തിന്റെ പരാതി നേർക്കുന്നവർ മനാഫിനെതിരെയുള്ള പരാതിയല്ല. മനാഫിന്റെ ഒരു യൂട്യൂബിൽ പറയുന്ന കാര്യങ്ങളെ മുതലെടുത്തുകൊണ്ട് അവരുടെ കുടുംബത്തെ ആക്രമിക്കുന്നു, അവരുടെ കുടുംബത്തെ സൈബർ വേട്ട. ഇപ്പോൾ റെജി ലൂക്കോസ്, ഇപ്പം ഞാൻ കാലങ്ങളായി സൈബർ വേട്ട നേരിടുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പം എനിക്കൊരു ഒന്നുമില്ല, ഇത് കണ്ടാൽ ഒന്നും തോന്നാറില്ല. ആ കുടുംബം ജീവിതത്തിൽ ആദ്യമായി ഈ കമൻറ്റുകൾ വായിക്കുകയാണ്, ആ കമൻറ്റുകൾ വായിക്കുന്ന വൃത്തിയോടെ വായിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്ന എന്താണ്? അവർ ഈ സൈബർ ബുള്ളിങ്ങിനെതിരെയാണ് പരാതി. അത് പോലീസിന് മനസ്സിലാവണ്ടേ ഈ പറഞ്ഞ സൈബർ ബുള്ളിങ് ആണ് പ്രശ്നം, അതല്ലാതെ മതസ്പർദ്ധ, കലാപാഹ്വാനം എന്നൊക്കെ പറഞ്ഞ് BNS അങ്ങേറ്റത്തെ വകുപ്പിട്ട് ഈ കഷ്ടപ്പെട്ട മനുഷ്യനെ കൊടുക്കാൻ നോക്കുക. ശരിയാണോ സാർ? അത് സോഷ്യൽ മീഡിയയിലെ വിവരം കെട്ടവന്മാർക്ക് ഇതിലും വിവരം ഉണ്ടാവില്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ ആഷ്മി, മനാഫ് വീഡിയോ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ മനാഫിനെതിരെയുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ തുടങ്ങിക്കഴിഞ്ഞു. നമ്മളൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുന്നതാ. ലോക മലയാളികളുടെ മുമ്പിൽ ആരുമല്ലായിരുന്നു അർജുൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ. ഈ അർജുനെ ലോകത്തിലെ എല്ലാ വീടുകളിലും, മലയാളികളുടെ വീടുകളിലും തങ്ങളിൽ ഒരാളെന്നുള്ള ചിന്ത ഉയർത്തിയതാരാ? ഈ ചർച്ചയിലിരിക്കുന്ന ഈ മനുഷ്യനാ, ഈ മനുഷ്യസ്നേഹിയ മനുഷ്യനാ. അതുപോലെ ഇവിടുത്തെ മാധ്യമങ്ങൾ ഹാഷ്മിയോടെ പോയി ഡയറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്തല്ലേ? ഏതെങ്കിലും മാധ്യമത്തിനെ വിളിച്ചു വരുത്തിയോ ഈ മനാഫ്? മാധ്യമങ്ങൾ അദ്ദേഹത്തിനെ തേടിയെത്തുമായിരുന്നു. അപ്പോൾ അദ്ദേഹം വികാരഭരിതനായിട്ട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ 3.5 വർഷം അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്ത ഡ്രൈവർ അർജുൻ അതേ കാണാതിരുന്നപ്പോൾ മഴയത്തും വെയിലത്തും പോലീസുകാരുടെ ഇടിയും ആട്ടും കുത്തുകൊണ്ട് ഈ പറയുന്ന ഈ മനുഷ്യൻ അവിടെ അനുഭവിച്ച ത്യാഗങ്ങൾ ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട ആശ്മിനെ പറഞ്ഞില്ലേ? അപ്പോൾ അദ്ദേഹത്തിന് വൈകാരികമായ അത്ര ഒരു വൈകാരിക തലത്തിലില്ലാത്തൊരു വ്യക്തി അവിടെ നിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
തോന്നത്തില്ല. ഞാനാണ് നിൽക്കത്തില്ല, ആഷ്മിയാണ് നിൽക്കത്തില്ല. നിങ്ങളൊരു കാര്യം കൂടെ മനസ്സിലാക്കിയേ, ഈ മനാഫ് എന്ന് പറഞ്ഞ വ്യക്തിയെ വേട്ടയാടാൻ തുടങ്ങിയപ്പോൾ മുതലും അദ്ദേഹം അതൊന്നും മൈൻഡ് ചെയ്യാതെ ഉണ്ട്. അദ്ദേഹം ഇതിനു വേണ്ടി മാത്രം പ്രവർത്തിച്ചു. ഇനി ഞാൻ ഒരു കാര്യം കൂടി ചർച്ചയുടെ തുടക്കത്തിൽ പറയാം. ഇവിടെ പലരും സോഷ്യൽ മീഡിയയിൽ ഇട്ടു അദ്ദേഹത്തിന് ഇത്ര ലോറിയുണ്ട്, മലേഷ്യയിൽ ബിസിനസ് ഉണ്ട്. എന്നോട് സംസാരിക്കുമ്പോഴൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല, ഒരു മാധ്യമത്തിനോട് അദ്ദേഹം പറഞ്ഞില്ല തനിക്ക് അതുകൊണ്ട് ഇതുണ്ടെന്നുള്ളത്. പക്ഷെ ഞാൻ അതിൻ്റെ പിന്നിൽ കുറേ വർക്ക് ചെയ്തു. ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു ചോദിച്ചു. അപ്പോഴും അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം അപ്പോൾ പറഞ്ഞു, അപ്പോൾ ഇതൊന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ചോദിച്ചു, താങ്കൾക്ക് എത്ര ലോറിയുണ്ട്? സാറേ എനിക്ക് 6 ലോറിയുണ്ട്. താങ്കൾക്ക് തടിമില്ലുണ്ടോ? ഉണ്ട്. താങ്കൾക്ക് മലേഷ്യ ബിസിനസ് ഉണ്ടോ? ഉണ്ട് സാറേ. എന്നാ ബിസിനസ് ആണെന്ന് പോലും പറഞ്ഞില്ല. പക്ഷേ കോലാലംപൂരിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട് എന്നെ അവിടെ റിസീവ് ചെയ്യുന്ന. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇങ്ങനെ ഒരാളെ അറിയോ? സാറേ എനിക്കറിയാം, അവർക്കിവിടെ വലിയൊരു ബിസിനസ് ഉണ്ട്. ഈ മനാഫ് എന്ന് പറഞ്ഞവൻ ഒരു വല്ലാത്ത മനുഷ്യ സ്നേഹിയാണ്. എന്തൊരു കാര്യത്തിന് ഇറങ്ങിയാൽ അതിൻ്റെ കൂടെ നിൽക്കും. ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് 10 പൈസ പോലും ആ മനുഷ്യന് ആവശ്യമില്ല. അദ്ദേഹം വേട്ടയാടപ്പെടുന്നതിൽ ദുഃഖമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അനിയനെ ഞാൻ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ അനിയനെയും ഇദ്ദേഹത്തെ തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യാൻ. ആ കുടുംബത്തെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, ഇപ്പോഴും അവരോടൊപ്പം നമ്മൾ. പക്ഷേ ജിതിൻ എന്ന് പറയുന്ന ഈ പറയുന്ന അർജുൻ്റെ പ്രിയങ്കരനായ അർജുൻ്റെ ബ്രദറിലോ പറഞ്ഞത് അന്യായമായിപ്പോയി, നന്ദികേടായിപ്പോയി. അത് വാഹനമല്ല. ഞാൻ പറഞ്ഞില്ലേ അതിനങ്ങനെ കാണണ്ട. ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ വണ്ടിയായിട്ടൊരു ബന്ധമില്ല. ഇല്ല ഞാൻ പറഞ്ഞു അതിനങ്ങനെ കാണണ്ട. ഞാൻ പറയാൻ കാരണം എന്താണ്? ഞാൻ പറയാൻ കാരണം ജീവിതത്തിൽ ആദ്യമായി സൈബർ ആക്രമണം നേരിടുന്ന ഒരു കുടുംബത്തിന്റെ, പ്രത്യേകിച്ച് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ യാത്ര പറഞ്ഞിരിക്കുന്ന ട്രോമയിൽ നിൽക്കുമ്പോൾ അവരെ വേട്ടയാടരുതാത്ത രീതിയിൽ വേട്ടയാടുന്ന സോഷ്യൽ മീഡിയയിലെ ഒരു സംഘം ആളുകൾ, ഒരു സംഘം വൃത്തികെട്ടമാണെന്ന് ഞാൻ പറയും. ആ വാക്കേ ഉപയോഗിക്കൂ. ആ വാക്ക് ഉപയോഗിക്കുന്നത് ശരിയാണോ എനിക്കറിയില്ല. അതിനെതിരെയായിരുന്നു അവരുടെ പ്രതികരണം. അതിനി അവർ സാധാരണ മനുഷ്യരാണ്, അവർക്ക് സ്ട്രക്ചേർഡായ വാർത്താ സമ്മേളനം നടത്താൻ അറിയാവുന്നവരല്ല എന്നപ്പോൾ എന്തോ പറഞ്ഞു പോയി. അത്രേ ഉള്ളൂ. അങ്ങനെ കരുതിയാൽ മതി എന്നേ അതിനെ. റെജി ലൂക്കോസ് ഇനി അങ്ങനെ ആണോ അല്ലയോ എന്നതിനപ്പുറം അതിനെ അങ്ങനെ കരുതുന്നതാണ് നല്ലത്. ഞാനെത്താം. ശ്രീ മനാഫ്. ഹാഷ്മി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ നിങ്ങളോട് നേരിട്ട് സംസാരിച്ചില്ല. ആഷ്മിയെ ഏതെല്ലാം രീതിയിൽ ഇവിടെ വക്രീകരിച്ചുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ വേട്ടയാടിയിട്ടുണ്ട്. നിങ്ങൾ അർഹനാണോ അതിന്? അത് ഇവിടുത്തെ കുറെ എണ്ണത്തിന്റെ സ്വഭാവം. അവർ അതിലൂടെ പൈസ ഉണ്ടാക്കുന്നത്, അതല്ല വിഷയം. ഈശ്വർ മാൽപേ എഴുന്നേറ്റ് ഒന്ന് ശ്രദ്ധിക്കണം ഈ രണ്ടുപേരെ. കാരണം അറിയോ, അതെനിക്ക് ശീലമായതാണ്, അതുകൊണ്ടാണ് അതിനെ ബാധിക്കാത്തത്. ഇതവർക്ക് ജീവിതത്തിൽ ആദ്യമായി സംഭവിക്കുന്നതാണ്, അതുകൊണ്ടാണ് അവരെ ബാധിക്കുന്നത്. റജി ലൂക്കോസ് സമ്മതിച്ചു. ഞാൻ പറയട്ടെ, ആ കുടുംബത്തിലെ ആ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആഘോഷിച്ചെന്ന് പറഞ്ഞ് കുറെ എണ്ണം സൈബർ ബുള്ളിങ് നടത്തിയപ്പോൾ അതിനെതിരെ പ്രതികരിച്ചവനാ ഞാൻ ഒരു ചർച്ചയിൽ ഇരുന്നുകൊണ്ട്. അതൊക്കെ നമ്മുടെ സംസ്കാരം. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ ഗംഗാവാലി പുഴയിലൂടെ 9 സ്പീഡിൽ വെള്ളം ഒഴുകുമ്പോൾ നേവിയുടെ സ്കൂബ ഡൈവേഴ്സ് പേടിച്ച് മാറിയപ്പോൾ ഈ ചർച്ചയിലിരിക്കുന്ന ആ ഈശ്വർ മാൽപേ എന്ന് പറഞ്ഞ ആ മനുഷ്യ സ്നേഹി തൻ്റെ എന്താ പറയുക കൃത്യമായ രീതിയിൽ ചലിക്കാൻ പോലും പറ്റാത്ത ആ കുഞ്ഞുങ്ങളെയും ഭാര്യയെ ഇട്ടേച്ച് ഓടി വന്ന് ലോക മലയാളികൾ കൈകൂപ്പി പ്രാർത്ഥിച്ച് ഈ മനുഷ്യനൊന്നും സംഭവിക്കരുത്. അദ്ദേഹം ആ ആഴങ്ങളിലേക്ക് ഊളിയിട്ടു ഈ മനുഷ്യനെ കിട്ടാൻ വേണ്ടി. എന്നിട്ട് ആ മനുഷ്യൻ പൊങ്ങിയോടാന്നറിയോ? ലൈവായിട്ട് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക. 700 മീറ്ററിനപ്പുറേ ഞാൻ എഴുന്നേറ്റ് അയ്യോ എന്ന് വെച്ചുപോയി. അവിടുന്നാണ് അദ്ദേഹത്തിൻ്റെ ദൗത്യ സംഘത്തെ രക്ഷപ്പെടുത്തുന്നത്. അന്ന് അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയില്ലായിരുന്നല്ലോ. ആർക്ക് വേണ്ടിയിട്ടാ? എവിടെയോ ഉള്ള അർജുന് വേണ്ടിയിട്ട് ഈ മനുഷ്യൻ പോയി ചാടി. ആ മനുഷ്യനെയൊക്കെ ഈ പ്രിയങ്കരനായ ആ അർജുൻ്റെ ബ്രദറിലോ ഇരുന്ന് 3ാം ഘട്ടത്തിൽ അയാളും അവരെ പഴിക്കേണ്ടതില്ല. ഞാൻ പറയുന്ന കാരണം എന്താണ്? അവർ പഴിക്കേണ്ടത് പറയാൻ കാരണം അവർ ആ കുടുംബം ഒന്നാകെ ട്രോമയിൽ നിൽക്കുകയാണ്. ആ ട്രോമയിൽ സോഷ്യൽ മീഡിയ ആക്രമണം തോന്നുമ്പോൾ ആ കുടുംബത്തിന് താങ്ങാവതല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ ചർച്ചയിലേക്ക് അവർ വിളിക്കുന്നുണ്ട്. അവർ വരുന്നില്ല എന്ന് പറയുന്ന കാര്യം വയ്യ, ഇനി സോഷ്യൽ മീഡിയ ആക്രമണം താങ്ങാൻ വയ്യ എന്ന് പറയാണ്. അവരുടെ വൈകാരികതയെ നമ്മൾ ആ അർത്ഥത്തിൽ 100% ബഹുമാനിച്ചു കൊടുത്തേ മതിയാവൂ. റജി ലൂക്കോസ് അല്ല ആഷ്മി, അത് ബഹുമാനിക്കുന്നു. ആ കുടുംബത്തിനൊപ്പം നമ്മളിപ്പോ. പക്ഷേ ജിതിൻ എന്ന് പറയുന്ന പ്രായപൂർത്തിയായ വിവേകമുള്ള ആ ചെറുപ്പക്കാരൻ അങ്ങനെ പറഞ്ഞതിനോട് പുറക്കാൻ എനിക്ക് പറ്റത്തില്ല. അതിന് മനാഫിന് പ്രശ്നമില്ല. പിന്നാണോ ശരി ശ്രീ മനാഫ് ഇത് പ്രശ്നമില്ലാത്ത എന്തുകൊണ്ടാണ്? അയാളുടെ മനുഷ്യരേഖ, അയാള് മാപ്പ് പറഞ്ഞില്ലേ? ശരി, അതാണ് ശ്രീ മനാഫ്. പക്ഷെ ലോകത്തിലെ മലയാളികൾ എന്ന് പറയുന്ന സമൂഹം ഉണ്ടല്ലോ, ആ മലയാളി സമൂഹത്തിനൊരു വികാരം ഉണ്ടായി. ആ വികാരത്തിനെ വെല്ലുവിളിച്ചാൽ മലയാളി സമൂഹത്തിൽ ശരിയില്ല. അതിനകത്ത് വികാരം ഉണ്ടാവേണ്ട കാര്യമില്ല. നമുക്ക് മനാഫിന്റെ വൈകാരികത നമ്മൾ ബഹുമാനിക്കുന്നു, നമ്മൾ ആ കുടുംബത്തിന്റെ വൈകാരികത ബഹുമാനിക്കുന്നു. അത്രേ ഉള്ളൂ അതിനകത്ത്. ശരി ശ്രീ മനാഫ് ഇവിടെ. ശരി ശ്രീ മനാഫ് ഇവിടെ. പറയാൻ മാത്രം എന്ത് തെറ്റാണ്? ശരി